ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. സോ ഇന്ന് നമ്മൾ ഓറിയന്റേഷൻ തേർഡ് സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനൊക്കെ കണ്ടു, മൊത്തം ഒന്ന് പരിചയമൊക്കെ ദ സെക്കൻഡ് സെക്ഷൻ നിങ്ങൾ ഇഗ്നു റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നമ്മുടെ സിലബസ് എന്താണ്, നമുക്ക് ഈ ഒരു ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. സോ നമ്മുടെ ഓറിയന്റേഷന്റെ തേർഡ് സെക്ഷനിലോട്ട് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്വന്തം മെന്റർ ആയിട്ടുള്ള സരിത മാം ഉണ്ട്. അതോടൊപ്പം നമ്മുടെ റെക്കോർഡിംഗ് സെക്ഷനിൽ MSWയുടെ മെന്റർ ആയിട്ടുള്ള നമ്മുടെ ഫാത്തിമ മാം നമ്മുടെ കൂടെ ഉണ്ട്. സോ നമ്മുടെ ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്യാനായിട്ട് ഞാൻ മാമിനെ വെൽക്കം ചെയ്യുന്നു, സരിത മാമിനെ വെൽക്കം ചെയ്യുന്നു. സോ ഓവർ ടു യു മാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ലേൺ വോയ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മാം പറഞ്ഞ പോലെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് MA സോഷ്യോളജിയുടെ കോഴ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സസ് ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എൻറ്റയർ സിസ്റ്റം, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രെഡിറ്റ് സിസ്റ്റം, ക്രെഡിറ്റ് എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മളുടെ സെഷൻ 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈ സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്നുള്ളതാണ് നമ്മുടെ സെഷൻ 3യിൽ നമ്മളുടെ പേര്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ 3യിലകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ MA സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള MA സോഷ്യോളജിയുടെ സബ്ജക്ട്സും അതിന്റെ രീതികളുമായിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാദമിക് സിസ്റ്റം MA സോഷ്യോളജിയുടെ എങ്ങനെയാണ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, നമ്മളുടെ സെഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും സബ്ജക്ട് ഡീകോഡിംഗ് ആണ്. അതായത് നമ്മൾ MA സോഷ്യോളജിയിലെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ദെൻ നമ്മളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് നമ്മൾ ലേണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ MA സോഷ്യോളജിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ ടൈം ടേബിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലേൺ വൈസിന്റെ അക്കാദമിക് സിസ്റ്റത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷൻ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ സെഷൻ 3യിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ നമ്മളുടെ സിലബസ് MA സോഷ്യോളജിയുടെ സിലബസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മളുടെ ഒരു MA സോഷ്യോളജി 2 വർഷത്തെ കോഴ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മളുടെ MA സോഷ്യോളജി കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സാണ്. 64 ക്രെഡിറ്റ് ആണ് നമ്മളുടെ 2 വർഷത്തെ MA സോഷ്യോളജിയുടെ കോഴ്സിന്റെ ഓവറോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 8 ക്രെഡിറ്റിന്റെ 4 സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് ഇയറിനകത്ത് ഉണ്ടാവുക. സെക്കൻഡ് ഇയറിലും ഇതുപോലെ തന്നെ 8 ക്രെഡിറ്റിന്റെ 4 സബ്ജക്റ്റ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പരിചയപ്പെടുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ MSO 001 സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്, then MSO 002 റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജീസ്, then MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്, then MSO 004 സോഷ്യോളജി ഇൻ ഇന്ത്യ. ഇത്രയും സബ്ജക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിനകത്ത് പരിചയപ്പെടുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന 4 കോഴ്സസിന്റെയും എൻറ്റയർ ആയിട്ടുള്ള വീഡിയോ ലെക്ചർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് ലേൺ വോയ്സ് ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിനകത്തുള്ള കംപ്ലീറ്റ് ഗൈഡൻഷിപ്പ് നമ്മൾ ഈ 4 സബ്ജക്റ്റിനകത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 സബ്ജക്റ്റ് 8 ക്രെഡിറ്റിന്റെ 4 സബ്ജക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. ദെൻ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ 4 സബ്ജക്റ്റ് ആണ് സെക്കൻഡ് ഇയറിനകത്ത് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ സബ്ജക്റ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോഴ്സിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട്സ് വന്നേക്കാം. കാരണം സെക്കൻഡ് ഇയറിൽ നമുക്ക് 4 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളതെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് 6 സബ്ജക്റ്റിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് സെലക്ട് ചെയ്യുന്നത് മൂലമാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ വീഡിയോ ലെക്ചർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് സെലക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്നതും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. MSO E01 സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, then MSO E02 Diaspora and Transnational Communities, MSO E03 Sociology of Religion, MSO E04 Urban Sociology. ദെൻ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 സബ്ജക്റ്റ് കൂടി നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. MPA
016 Decentralization and Local Governance, MPS 003 India Democracy and Development. അവസാനം പറഞ്ഞിട്ടുള്ള രണ്ട് കോഴ്സസിനെ നമ്മൾ മെറ്റീരിയൽ ആക്സസ് മാത്രം അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്പോർട്ട് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ കിടക്കുന്ന സമയത്ത് കോഴ്സസ് ഈ അവസാനം പറഞ്ഞ രണ്ട് കോഴ്സസ് MPA 016ഉം MPS 003 എന്നീ രണ്ട് കോഴ്സസിന്റെയും മെറ്റീരിയൽ കാര്യങ്ങൾ മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. വീഡിയോ ക്ലാസ്സുകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സസ്. ഇനി നമ്മളുടെ ഫസ്റ്റ് ഇയറിനകത്ത് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിചയപ്പെട്ട ഓരോ സബ്ജക്റ്റുകളുടെയും ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും ഏതൊക്കെ വിഷയങ്ങളാണ് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് MSO 001 സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്. ഈ ഒരു സബ്ജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ നമ്മളുടെ ബ്ലോക്ക് 1ലേക്ക് വരുന്ന സമയത്ത് അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 1 സോഷ്യൽ തിയറി ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്, ദെൻ യൂണിറ്റ് 2 കോൺസെപ്റ്റ് ആൻഡ് തിയറി, യൂണിറ്റ് 3 തിയറി ആൻഡ് പാരാജിയം, യൂണിറ്റ് 4 സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ സ്ട്രക്ചർ ആസ് എ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്, യൂണിറ്റ് 5 കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് സ്ട്രക്ചർ, യൂണിറ്റ് 6 സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, ദെൻ യൂണിറ്റ് 7 സ്ട്രക്ചർ ഫംഗ്ഷൻ ആൻഡ് നിയോ ഫംഗ്ഷണലിസം. ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മളുടെ ബ്ലോക്ക് 1-2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ. ദെൻ ബ്ലോക്ക് 3ലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിംഗ് പവർ, നമ്മുടെ യൂണിറ്റ് 8 ദ കോൺസെപ്ച്വൽ ആൻഡ് തിയറിറ്റിക്കൽ ഇഷ്യൂസ് ഓഫ് പവർ, യൂണിറ്റ് 9 ക്ലാസ് ആൻഡ് ലെജിറ്റിമസി, യൂണിറ്റ് 10 പവർ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്സ്, യൂണിറ്റ് 11 പവർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ യൂണിറ്റ് 12 പവർ ആൻഡ് നോളേജ്. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 3ക്ക് അകത്ത്. ദെൻ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് തിയറി ഓഫ് ക്യാപിറ്റലിസം എന്നുള്ളതാണ്. യൂണിറ്റ് 13 ഇവല്യൂഷൻ ഡെവലപ്മെന്റ് ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റലിസം, യൂണിറ്റ് 14 റാഷണാലിറ്റി വർക്ക് ആൻഡ് ഓർഗനൈസേഷൻ, യൂണിറ്റ് 15 എന്റർപ്രണർഷിപ്പ് ആൻഡ് ക്യാപിറ്റലിസം, യൂണിറ്റ് 16 ഫ്രീഡം ആൻഡ് ലിബർട്ടി, യൂണിറ്റ് 17 ഏലിയനേഷൻ. ഓക്കെ, നമ്മുടെ ബ്ലോക്ക് 4-നകത്ത് നമ്മൾ കുറച്ചുകൂടി ക്യാപിറ്റലിസം ഓറിയന്റഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, യൂണിറ്റ് 8 സോവേർണിറ്റി, യൂണിറ്റ് 19 സ്റ്റേറ്റ് പവർ ആസ് എലബറേറ്റഡ് ബൈ മാർക്സ്, വെബർ, പാഴ്സൺ ആൻഡ് അതേഴ്സ്. ദെൻ യൂണിറ്റ് 20 സിറ്റിസൺഷിപ്പ്, യൂണിറ്റ് 21 സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. ദെൻ ബ്ലോക്ക് 6ലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ ദ കണ്ടംപററി ഇഷ്യൂസ് ഓഫ് എത്നിസിറ്റി ആൻഡ് ഐഡന്റിറ്റി, യൂണിറ്റ് 22 കൺസെപ്ച്വലൈസിംഗ് എത്നിസിറ്റി, യൂണിറ്റ് 23 കൺസ്ട്രക്ഷൻ ഓഫ് ഐഡന്റിറ്റീസ് ആൻഡ് യൂണിറ്റ് 24 ബൗണ്ടറീസ് ആൻഡ് ബൗണ്ടറി മെയിൻ്റനൻസ്. ഇതാണ് നമ്മുടെ ബ്ലോക്ക് 6-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ. ദെൻ നമ്മൾ ബ്ലോക്ക് 7 നോക്കുന്ന സമയത്ത് തിയറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് ബ്ലോക്ക് 7ന്റെ പേര്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 25 കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസ് ആൻഡ് ഇൻഇക്വാളിറ്റി, യൂണിറ്റ് 26 ക്ലാസ്, യൂണിറ്റ് 27 ജെൻഡർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, യൂണിറ്റ് 28 തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം. ദെൻ ബ്ലോക്ക് 8 ഇഷ്യൂസ് ഓഫ് മോഡേണിറ്റി, യൂണിറ്റ് 29 തിയറീസ് ഓഫ് മോഡേണൈസേഷൻ ആൻഡ് മോഡേണിറ്റി, യൂണിറ്റ് 30 ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, യൂണിറ്റ് 31 പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് MSO 002 ആണ്. ഈ ഒരു സബ്ജക്ട് നമ്മളുടെ തിയറീസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പകരം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മളുടെ MSO 002 എന്നുള്ളത്. ഇതിനകത്ത് റിസർച്ച് മെത്തഡോളജീസ്, സ്വാഭാവികമായിട്ടും റിസർച്ച് എന്താണ്, സോഷ്യൽ സയൻസിന്റെ അകത്ത് എങ്ങനെയാണ് റിസർച്ചിന്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നത് മുതലായ കാര്യങ്ങളാണ് റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ള സബ്ജക്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ദെൻ ബ്ലോക്ക് 1 അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ റിയാലിറ്റി, യൂണിറ്റ് 1. ഇതിനകത്ത് ബ്ലോക്ക് 1-നകത്ത് യൂണിറ്റുകൾ ഏതൊക്കെയാണ് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 1 ലോജിക് ഓഫ് എൻക്വയറി ഇൻ സോഷ്യൽ റിസർച്ച്, യൂണിറ്റ് 2 എംപിരിക്കൽ അപ്രോച്ച്, യൂണിറ്റ് 3 ഡൈവേഴ്സ് ലോജിക് ഓഫ് തിയറി ബിൽഡിംഗ്, ദെൻ യൂണിറ്റ് 4 തിയറിറ്റിക്കൽ അനാലിസിസ്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ റിസർച്ച് എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടി ഐഡിയോളജിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 ഇഷ്യൂസ് ഓഫ് എപ്പിസ്റ്റമോളജി, യൂണിറ്റ് 6 ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ്, ദെൻ യൂണിറ്റ് 7 പോസിറ്റിവിസം ആൻഡ് ഇറ്റ്സ് ക്രിറ്റിക്സ്,
ദെൻ യൂണിറ്റ് 8 ഹെർമന്യൂട്ടിക്സ്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐഡിയാസ് ആണ്, ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് കണ്ടംപററി പെർസ്പെക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 9 കമ്പാരിറ്റീവ് മെത്തേഡ്, യൂണിറ്റ് 10 ഫെമിനിസ്റ്റ് അപ്രോച്ച്, ദെൻ യൂണിറ്റ് 11 പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്. ഇതിനകത്ത് നമ്മളുടെ റിസർച്ചിൽ നമ്മൾ കണ്ടംപററി ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ മെത്തേഡ്സുകൾ അല്ലെങ്കിൽ അതിന്റെ ഏതൊക്കെ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ റിസർച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടംപററി രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിസർച്ചിന്റെ ബ്ലോക്ക് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ടൈപ്സ്, മെത്തേഡ്സ് ആൻഡ് ഡിസൈൻ ഓഫ് റിസർച്ച്. അതായത് റിസർച്ചിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ റിസർച്ചിനെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. യൂണിറ്റ് 13 മെത്തേഡ്സ് ഓഫ് റിസർച്ച്. യൂണിറ്റ് 14 എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. നമ്മൾ റിസർച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മളുടെ റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മളൊരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ റിസർച്ചിന് മുന്നോടിയായിട്ട് നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബ്ലോക്ക് 4-നകത്ത് നമ്മൾ പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 5 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്ന സമയത്ത് റിസർച്ച് മെത്തേഡ് 2 ടൈപ്സിലുള്ള മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഇതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 5-ൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 15 സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് സാമ്പിൾ സൈസ്. യൂണിറ്റ് 16 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. Unit 17 measures of dispersion and variability. Unit 18 statistical inference, test of hypothesis. Unit 19 correlation and regression. Okay. ദെൻ ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് സർവേ റിസർച്ച് എന്നുള്ളതാണ്. അതായത് റിസർച്ച് മെത്തഡോളജിക്കകത്ത് തന്നെ നമ്മൾ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ. അപ്പോൾ സർവേ മെത്തേഡ്, അപ്പോൾ ഈ സർവേ മെത്തേഡിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് സർവേ റിസർച്ച് എന്നുള്ള ബ്ലോക്ക്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 20 സർവേ മെത്തേഡ്, 21 സർവേ ഡിസൈൻ, യൂണിറ്റ് 22 സർവേ ഇൻസ്ട്രുമെന്റേഷൻ, യൂണിറ്റ് 23 സർവേ എക്സിക്യൂഷൻ ആൻഡ് ഡാറ്റ അനാലിസിസ്. ഓക്കെ. ദെൻ ബ്ലോക്ക് 7ലേക്ക് നമ്മൾ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ്. നമ്മൾ നേരത്തെ 2 യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകൾ എന്തൊക്കെയാണ്, മെത്തേഡ് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിന്റെ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 24 ഫീൽഡ് റിസർച്ച് 1, യൂണിറ്റ് 25 ഫീൽഡ് റിസർച്ച് 2. Then Unit 26 reliability, validity and triangulation. Unit 27 qualitative data formatting and processing. Unit 28 writing up qualitative data. ഓക്കെ. ദെൻ ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റിസർച്ചിന്റെ ഒരു ഫീൽഡ് വർക്ക് മെത്തേഡ്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ പേപ്പർ റൈറ്റിംഗിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്തുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ബ്ലോക്ക് 8-നകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 8 ഡാറ്റ അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്. ഓക്കെ. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ യൂണിറ്റ് 29 യൂസിങ് ഇന്റർനെറ്റ് ആൻഡ് വേർഡ് പ്രോസസർ. യൂണിറ്റ് 30 യൂസിങ് SPSS for data analysis. Unit 31 using SPSS in report writing. Unit 32 tabulation and graphic presentation. Case studies tabulation graphic presentation എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. Then Unit 33 guidelines to research project assignment എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജീസ് MSO 002 എന്ന സബ്ജക്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ അടുത്ത സബ്ജക്റ്റ് ആണ് MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്. ഇത് നമ്മളുടെ കുറച്ചുകൂടി സ്പെഷ്യലൈസേഷൻ ആണ്. സോഷ്യോളജിയുടെ ഒരു സ്പെഷ്യലൈസേഷൻ ബ്രാഞ്ച് ആണ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇതിനകത്ത് ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവ് ആണ്. ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ്സുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സൊസൈറ്റിക്കകത്ത്, അല്ലെങ്കിൽ സൊസൈറ്റിക്കകത്ത് ഡെവലപ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ തിയറികളുടെ ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ നടക്കുന്ന മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇതിനകത്ത് യൂണിറ്റ് 1
ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ്. ഓക്കെ, ഇതിനകത്ത് ഡെവലപ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 ചേഞ്ച്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 3 സോഷ്യൽ, ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ്. യൂണിറ്റ് 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ ബ്ലോക്ക് 2 പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്. യൂണിറ്റ് 5നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് ബ്ലോക്ക് 2, അതായത് പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 5 മോഡേണൈസേഷൻ, യൂണിറ്റ് 6 ലിബറൽ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്, യൂണിറ്റ് 7 മാർക്സിയൻ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്, യൂണിറ്റ് 8 ഗാന്ധിയൻ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ നമ്മുടെ ബ്ലോക്ക് 3യിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത് ക്രിട്ടിക്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ട് 3 യൂണിറ്റുകളാണ്. യൂണിറ്റ് 9 ഡിപെൻഡൻസി തിയറി ഓഫ് അണ്ടർ ഡെവലപ്മെന്റ്, യൂണിറ്റ് 10 സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, യൂണിറ്റ് 11 ജെൻഡർ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേസമയം അതിന്റെ ക്രിട്ടിക്സ്, ഡെവലപ്മെന്റിന്റെ ക്രിട്ടിക്സ് ആയിട്ടുള്ള തിയറി നമ്മൾ ഈ ഒരു ഭാഗത്ത് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, നമ്മുടെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കാറ്റഗറിക്കകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ റോളും ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ബ്ലോക്ക് 4 അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിനകത്ത് യൂണിറ്റ് 12 മൈക്രോ പ്ലാനിംഗ്, യൂണിറ്റ് 13 എക്കോളജി, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, യൂണിറ്റ് 14 എത്നോ ഡെവലപ്മെന്റ്, യൂണിറ്റ് 15 പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ വേൾഡ് ലെവലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് മോഡൽസിനെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ കമ്പാരിസൺ നടത്തുവാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 5ലേക്ക് കിടക്കുന്ന സമയത്ത് യൂണിറ്റ് 16 ഇന്ത്യൻ ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 17 കാനഡ, യൂണിറ്റ് 18 സിംബാബ്വെ, യൂണിറ്റ് 19 ബ്രസീൽ. ഓക്കെ, ദെൻ ബ്ലോക്ക് 6ലേക്ക് എടുക്കുന്ന സമയത്ത് ഗ്ലോബലൈസേഷൻ, ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ മുഖേനയാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡെവലപ്മെന്റിന്റെ ഒരു കാറ്റഗറിക്കകത്ത് അല്ലെങ്കിൽ അതിന്റെ കോസ് എന്ന രീതിയിലാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്റ്റുകൾ കൂടെ നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 6ലേക്ക് എടുക്കുന്ന സമയത്ത് യൂണിറ്റ് 20 എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, യൂണിറ്റ് 21 ലിബറലൈസേഷൻ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. Then Unit 22 globalization, privatization and indigenous knowledge. Then Unit 23 WTO, GATT, ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഫ്ലോസ്. അതായത് ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സിനെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ അടുത്ത ഭാഗത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 7 എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് എങ്ങനെയാണ് ഇൻഫർമേഷൻ ടെക്നോളജീസ് സഹായകരമായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് യൂണിറ്റ് 24 ഡയമെൻഷൻസ് ഓഫ് നോളജ് സൊസൈറ്റി, ഇഷ്യൂസ് ഓഫ് ആക്സസ് and equity, unit 25 critique of knowledge society, unit 26 changing roles of media and ICT on employment. Okay, then block 8 ഡെവലപ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ മൂവ്മെന്റ്സുകളാണ്. അതായത് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് എതിരെയോ നടന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ബ്ലോക്ക് 8 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് യൂണിറ്റ് 27 ഡാം ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, യൂണിറ്റ് 28 ഗ്രീൻ പീസ് മൂവ്മെന്റ്, യൂണിറ്റ് 29 പീപ്പിൾ സയൻസ് മൂവ്മെന്റ്, യൂണിറ്റ് 30 സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ആൻഡ് ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ബ്ലോക്ക് 8നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളുടെ അടുത്ത സബ്ജക്റ്റ് ആണ് MSO 004 സോഷ്യോളജി ഇൻ ഇന്ത്യ. സബ്ജക്റ്റിന്റെ പേര് പോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിയുടെ ഫൗണ്ടേഷൻ മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് സബ്ജക്ട് പരിചയപ്പെടാം. ഇതിനകത്ത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. ഇതിനകത്ത് ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ഇന്ത്യൻ സോഷ്യോളജിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. യൂണിറ്റ് 1 സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ.
Unit 2, Emergence of the Discipline, Issues and Themes. Unit 3, Village Studies in India. Okay. Then block 2, Perspective on Caste. ഇതിനകത്ത് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയാവുന്ന കാസ്റ്റ് ആണ്. കാസ്റ്റ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാത്രം ഒരു എലമെന്റ് ആണ്. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ് കാസ്റ്റ്, പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് എന്നുള്ളത്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് യൂണിറ്റ് 5 ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ്, യൂണിറ്റ് 6 വ്യൂ ഫ്രം ദ ഫീൽഡ്, then unit 7 Ambedkar and Lohia on caste, then unit 8 census perspectives. Okay. Then നമ്മളുടെ ബ്ലോക്ക് 3ലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്, അതായത് ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഫാമിലി, മാരേജ്, കിൻഷിപ്പ് മുതലായ കാര്യങ്ങളെ ഈ ഫീൽഡ് വർക്കിന്റെയും മറ്റും അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യോളജിക്കൽ തിയറി സ്റ്റഡീസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിറ്റുകൾ എന്ന് പറയുന്നത് യൂണിറ്റ് 9 ദ ഹൗസ് ഹോൾഡ് ആൻഡ് ദ ഫാമിലി, then unit 10 the household as a cooperative conflict unit, unit 11 marriage and its changing pattern, then unit 12 decent and alliance approach to the study of kinship in India. Okay. Then block 4 ലേക്ക് വരുന്ന സമയത്ത് perspective on class, caste and gender. Okay. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 13 അഗ്രേറിയൻ ക്ലാസ് ആൻഡ് കാറ്റഗറീസ്, യൂണിറ്റ് 14 ദ വർക്കിംഗ് ക്ലാസ്, യൂണിറ്റ് 15 ദ മിഡിൽ ക്ലാസ് ആൻഡ് യൂണിറ്റ് 16 ജെൻഡർ, കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഓക്കെ, മൂന്ന് കോൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസും സ്റ്റഡീസും ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യാറുള്ളത്. ദെൻ ബ്ലോക്ക് 5 ലേക്ക് വരുന്ന സമയത്ത് പെർസ്പെക്റ്റീവ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ട്രൈബ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്, യൂണിറ്റുകളാണ് ബ്ലോക്ക് 5നകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. യൂണിറ്റ് 17 ട്രൈബ്, ടെറിട്ടറി ആൻഡ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്, ആൻഡ് യൂണിറ്റ് 18 ട്രൈബ് ആൻഡ് കാസ്റ്റ്. ദെൻ യൂണിറ്റ് 19 എൽവിൻ ആൻഡ് ഗുരേസ് പെർസ്പെക്റ്റീവ് ഓൺ ട്രൈബ്സ്. ദെൻ യൂണിറ്റ് 20 സോഷ്യൽ ഡിഫറൻസിയേഷൻ എമംഗ് ട്രൈബ്സ്. ഓക്കെ. ദെൻ ബ്ലോക്ക് 6 ലേക്ക് വരുന്ന സമയത്ത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ സൊസൈറ്റിയുടെ റിലീജിയന്റെ ഇമ്പോർട്ടൻസും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്കുകൾ യൂണിറ്റ് 21 റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, യൂണിറ്റ് 22 റിലീജിയൻ ആൻഡ് culture, unit 23 cohesive and divisive dimensions of religion, then unit 24 secularization. Okay, then നമ്മളുടെ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ഡൈനാമിക്സ് ഓഫ് പ്രോസസ് എന്നുള്ളതാണ്, ബ്ലോക്ക് 7. ഇതിനകത്ത് വരുന്നത് സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളുടെ പ്രക്രിയ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിറ്റുകൾ യൂണിറ്റ് 25 അർബനൈസേഷൻ, യൂണിറ്റ് 26 മൈഗ്രേഷൻ, യൂണിറ്റ് 27 ഇൻഡസ്ട്രിയലൈസേഷൻ, യൂണിറ്റ് 28 ഗ്ലോബലൈസേഷൻ. ഓക്കെ. ദെൻ ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 29 സോഷ്യൽ മൂവ്മെന്റ്സ്, മീനിങ് ആൻഡ് ഡയമെൻഷൻസ്. സോഷ്യൽ മൂവ്മെന്റ്സ് എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയിൽ അർത്ഥമാക്കുന്ന സോഷ്യൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 30 ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ്. ഓക്കെ. ദെൻ യൂണിറ്റ് 31 പെസന്റ് മൂവ്മെന്റ്സ്. ദെൻ യൂണിറ്റ് 32 ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ്, അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള നവോത്ഥാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും ഈ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിനകത്ത് പഠിക്കാനുള്ളത്. ദെൻ നമ്മളുടെ സബ്ജക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ദെൻ ഇനി നമ്മൾക്ക് സബ്ജക്റ്റ് പോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു സിസ്റ്റമാണ് അസൈൻമെന്റ്സ് എന്നുള്ളത്. അസൈൻമെന്റ്സ് എന്നുള്ളത് നമ്മളുടെ കോഴ്സ് നമുക്ക് ഓരോ വർഷവും എത്ര സബ്ജക്റ്റ് ആണോ നമ്മൾ പഠിക്കുന്നത് അത്ര തന്നെ സബ്ജക്റ്റിന്റെ അസൈൻമെന്റും നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ജനുവരിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ബാച്ചസ്, ഇപ്പൊ ജാൻ 25 ബാച്ചസിന്റെ അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും നമ്മളുടെ അസൈൻമെന്റ് സബ്മിഷൻ വരുന്നത്. അസൈൻമെന്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കോളേജ് ഡേയ്സിലൊക്കെ ആണെങ്കിൽ, കോളേജ് ലെവലിലേക്ക് ആയിരുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക്
അസൈൻമെന്റ് എഴുതിയാൽ മതിയാവും. എന്നാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ മോഡലിലാണ് നമുക്ക് അസൈൻമെന്റ് വരുന്നത്. കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്റ്റീവ് രീതിയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു പരീക്ഷ എന്ന രീതി, പരീക്ഷയുടെ ഒരു മാതൃകയിൽ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് നമുക്ക് അസൈൻമെന്റ് എഴുതേണ്ടത്. അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും നമുക്ക് അടങ്ങിയിട്ടുണ്ടാവും. അസൈൻമെന്റ് ഹാൻഡ് റിട്ടേൺ ആണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ഹാൻഡ് റിട്ടേൺ രീതിയിലാണ് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ്, ഓരോ ലേണേഴ്സിന്റെയും സ്റ്റഡി സെന്റേഴ്സ് ഏതാണോ ആ സ്റ്റഡി സെന്റേഴ്സിലാണ് നമ്മളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതിന്റെ ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനകത്ത് 4 സബ്ജക്ട് പഠിക്കാനുണ്ട്. അപ്പോൾ 4 സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അത് നിർബന്ധമായും സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സാമിലേക്ക് നമുക്ക് കിടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ അസൈൻമെന്റിൽ മിനിമം 40 മാർക്കിൽ 40% നിങ്ങൾക്ക് പാസ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയസും റെഗുലേഷൻസും ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ. ഓക്കെ, ദെൻ അസൈൻമെന്റ് കഴിഞ്ഞാൽ അസൈൻമെന്റ് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ MA സോഷ്യോളജി നമ്മൾ പറഞ്ഞു ഇയർലി കോഴ്സ് ആണ്. സോ നമ്മളുടെ എക്സാം വരുന്നതും ഇയർലി ആണ്. സോ നമ്മളുടെ എക്സാം എന്ന രീതിയിൽ ജാൻ 25 ജോയിൻ ചെയ്യുന്ന സമയത്ത് ജാൻ 25 ബാച്ചിന്റെ എക്സാം വരുന്നത് ഡിസംബറിലായിരിക്കും. ഡിസംബറിലാണ് നമ്മളുടെ ടേം ആൻഡ് എക്സാം വരുന്നത്. എക്സാമിന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. എക്സാം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ദെൻ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. അസൈൻമെന്റ് നമുക്ക് 100 മാർക്കിന് തന്നെയാണ്. സോ സെപ്പറേറ്റ് ആയിട്ടാണ് അസൈൻമെന്റിന്റെയും നമ്മുടെ ടേം ആൻഡ് എക്സാമിന്റെയും മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ പരീക്ഷയ്ക്കും നമ്മൾ മിനിമം 40% പാസ് മാർക്ക് നമ്മൾ നേടിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടേം ആൻഡ് എക്സാംസും നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ദെൻ നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ തിയറി കോഴ്സസ്, നമ്മുടെ സോഷ്യോളജി ഒക്കെ നമ്മളൊരു ഇയർലി ആണ്. ദെൻ തിയറിയിലാണ്, പ്രാക്ടിക്കൽ ഇല്ലാത്തൊരു കോഴ്സസ് ആണ്. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മൾക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റിന്റെ 30% മാർക്കും ദെൻ ടേം ആൻഡ് എക്സാമിന്റെ 70% മാർക്കുമാണ് നമ്മുടെ അസൈൻമെന്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കണക്കാക്കുന്നത്. സോ നിങ്ങളുടെ അസൈൻമെന്റും ടേം ആൻഡ് എക്സാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. സോ അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫോളോ അപ്സും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വേണം അസൈൻമെന്റ്സും ചെയ്യാനായിട്ട്. സോ അസൈൻമെന്റും നമ്മളുടെ എക്സാമും എന്നുള്ളതാണ് സോഷ്യോളജി കോഴ്സ് ചെയ്യുന്ന ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്നുള്ളത് നമ്മളുടെ അസൈൻമെന്റിലും അതോടൊപ്പം തന്നെ നമ്മുടെ ടേം എക്സാമിലും നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട അജണ്ട. ദെൻ നമ്മൾ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഇനി അടുത്ത് മൂവ് ഓൺ ചെയ്യുന്നത് നമ്മൾ ഈ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്കത് എങ്ങനെയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്നുള്ളതുണ്ട് അല്ലെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ MA സോഷ്യോളജിയുടെ ടൈം ടേബിൾ റിലീസ് ചെയ്യുവാണ്. ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും MS സോഷ്യോളജി ജാൻ 25 ബാച്ച് ഇയർ 1 എന്നുള്ളത് നമുക്കൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ക്ലാസ് നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ February 3 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സസിന്റെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് പഠനങ്ങൾ ആരംഭിക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും February 3 എന്നുള്ളത് നമുക്കൊരു സബ്ജക്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യോളജി ഇൻ ഇന്ത്യ MSO 004 എന്നുള്ളതാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്ന സബ്ജക്ട്. ഈ ഒരു ഡേറ്റുകൾ തന്നെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇതിനകത്ത് ലെസൺ നമ്പർ, അതായത് ലെസൺ 1 ബ്ലോക്ക് 1നകത്ത് ലെസൺ 1, ദെൻ ലെസൺ 2,
ലെസൺ 3, ലെസൺ 4 എന്നിങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 3, 4, 5 എന്നീ ഡേറ്റുകൾ നിങ്ങൾക്ക് ഓരോ ലെസൺസ് പഠിക്കുവാനുള്ള രീതിയിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് മാക്സിമം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, പഠനങ്ങൾ ആരംഭിക്കുക. ദെൻ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെബ്രുവരി 6, 7 എന്നുള്ള ഭാഗങ്ങൾ റിവിഷൻ ടൈം എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നത് നമ്മൾക്ക് ലൈവ് സെഷൻസ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ഓൾറെഡി നിങ്ങൾക്ക് സബ്ജക്റ്റുകളുടെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ലൈവ് സെഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓവറോൾ റിവിഷൻസ് തരിക എന്നുള്ളതാണ്. റിവിഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് സെഷൻസിൽ. സോ നമ്മളുടെ ഇപ്പൊ നമ്മളുടെ ഫെബ്രുവരി 3 മുതൽ 5 വരെയുള്ള ക്ലാസ്സസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1-നെ ഡിപ്പെൻഡ് ചെയ്താണ്. ബ്ലോക്ക് 1-ന്റെ ഫോക്കസ് ചെയ്താണ് നമ്മളുടെ ഫസ്റ്റത്തെ ക്ലാസ്സസ് ഫസ്റ്റ് നമ്മുടെ ടൈം ടേബിൾ കാണിച്ചിരിക്കുന്നത് ബ്ലോക്ക് 1-നെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് ആ ബ്ലോക്ക് 1-നെ 1 ആയിരിക്കും നമുക്ക് ലൈവ് സെഷൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ലൈവ് സെഷൻസ് വരുന്നത് ഓരോ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ലൈവ് സെഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ലൈവ് സെഷൻസിനകത്ത് ഓരോ ലെസൺസ് അല്ല നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്, എൻറ്റയർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷൻസിനകത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈവ് സെഷൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഓരോ ലെസൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ലൈവ് സെഷൻസിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ലെസൺസ് നമ്മൾ ടൈം ടേബിൾ പ്രകാരം ഫോളോ ചെയ്ത് പോകുന്ന ഒരു ലേണർക്കാണെന്നുണ്ടെങ്കിൽ ലൈവ് സെഷൻസിനകത്ത് ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫാക്കൽറ്റീസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കും. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ ഒരു ഷെഡ്യൂളിനകത്ത് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇതനുസരിച്ച് ഇപ്പൊ മാക്സിമം ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് ഷെഡ്യൂളുള്ള ലേണറെ സംബന്ധിച്ചിടത്തോളം ഇത് മാക്സിമം ഈ ഒരു ഡേറ്റിനകത്ത് തന്നെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ എന്നാലും മാക്സിമം ഈ ഒരു ഡേറ്റ് തന്നെ ഫോളോ ചെയ്യുക, ഈ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്, അതായത് MSO 004-ന്റെ ക്ലാസ്സുകൾ അവസാനിക്കുന്നത് നമുക്ക് ക്ലാസ്സുകൾ സ്ക്രോൾ ചെയ്യാം. ക്ലാസ്സുകളുടെ ഒരു ടൈം ടേബിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. നമുക്കൊരു പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റ് നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾസ് ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഏപ്രിലേക്ക് എത്തുന്ന സമയത്ത് MSO 002 ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സബ്ജക്റ്റിനെ അല്ല ഫോക്കസ് ചെയ്ത് വരുന്നത്, ഒരു സബ്ജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്ത ശേഷമായിരിക്കും, ഒരു സബ്ജക്ട് എൻറ്റയർ ആയിട്ട് ബ്ലോക്കുകളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സബ്ജക്റ്റിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ എല്ലാ സബ്ജക്റ്റ് കവർ ചെയ്യാനും സാധിക്കും. എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും മറ്റ് ക്ലാരിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ മാക്സിമം നമ്മളുടെ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഈ നമ്മളുടെ സെഷന് ശേഷം ടൈം ടേബിൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നമ്മളുടെ ടൈം ടേബിൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ദെൻ നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ടാസ്ക് ആണ്. നമ്മുടെ ഓരോ സെഷൻസ് നമ്മൾ കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഓറിയന്റേഷന്റെ ഫസ്റ്റ് സെഷനിലും സെഷൻ 1-ലും 2-ലും നിങ്ങൾക്ക് ഓരോ ടാസ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ നമ്മളുടെ തേർഡ് സെഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടാസ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്ത ശേഷം അത് എനിക്കാണ് അയച്ചു തരേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് സെഷൻ 1-ലും 2-ലും നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി ചെയ്ത് എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെഷൻ 3-ൽ വരുന്ന ആക്ഷനും നിങ്ങൾ ചെയ്ത് ആക്ടിവിറ്റി നമ്മൾ നൽകുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എന്നെ അയക്കേണ്ടതാണ്. സോ നമ്മളുടെ ടാസ്ക് സെഷൻ 3-ലെ ടാസ്ക് എന്ന് പറയുന്നത് ഓക്കെ, ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ന് തന്നിട്ടുള്ളത് ഒരു മോഡൽ ഞാൻ തന്നിട്ടുണ്ട്, അത് പ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മളുടെ ഓരോ സബ്ജക്റ്റും നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഓരോ സബ്ജക്റ്റിന്റെയും നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ആ രീതിയിൽ ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന 4 സബ്ജക്റ്റുകളെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് ക്യാപ്ഷൻ കൃത്യമായ രീതിയിൽ അതിനെ നമ്മളൊന്ന് ആഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരു ടാഗ് ലൈൻ നൽകിക്കൊണ്ട്
ടാഗ് ലൈൻ നൽകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ആഡ് നൽകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടാസ്ക്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ 2 ടാസ്ക് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കരുതിക്കൊണ്ട്, ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഉദാഹരണം, ഇപ്പൊ നമ്മളുടെ ഏത് പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ക്യാപ്ഷൻ ഉണ്ടാവും അല്ലെ, ഒരു പരസ്യം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നമ്മൾ മൊബൈൽസ് എടുക്കും, മൊബൈലാണെങ്കിലും ഏത് കമ്പനി പ്രൊഡക്ട്സുകൾ എടുക്കുവാണെങ്കിലും ആ പ്രൊഡക്റ്റുകൾക്ക് ഒരു ക്യാപ്ഷൻ ഉണ്ടാവും, ഒരു ടാഗ് ലൈൻ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റിനെ ഒരു പ്രൊഡക്റ്റ് ആയി മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ടാഗ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ കോഴ്സിനെയും നിങ്ങൾ ഒരു ടാഗ് ലൈൻ ആയിട്ട് നൽകുക. അത് നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ദെൻ നമ്മളുടെ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ 2 ടാസ്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു. ദെൻ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു ടീച്ചറാണ്, സപ്പോസ് നിങ്ങളൊരു അധ്യാപകരാണ്, ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനകത്ത് ഏത് സബ്ജക്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക്. അത് എന്തുകൊണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് തന്നിരിക്കുന്ന 2 ടാസ്കുകൾ നമ്മുടെ സെഷന് ശേഷം സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ടാസ്കിന്റെ കാര്യത്തിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേത് നമ്മുടെ സബ്ജക്റ്റിന് ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ സബ്ജക്റ്റുകളെയും പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ടാഗ് ലൈൻ നൽകുക എന്നുള്ളതാണ്, ഒരു ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളൊരു അധ്യാപകനാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഏതായിരിക്കും, എന്തുകൊണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിയിക്കുക എന്നുള്ളത്. ഈ 2 ടാസ്കുകളാണ് നമ്മുടെ സെഷൻ 3 നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സോ നമ്മുടെ സെഷന് ശേഷം ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ഇതിന്റെ വർക്ക്ഷീറ്റ് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. സോ സെഷൻ 3 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ളത് നമ്മളുടെ സബ്ജക്ട് ഡീകോഡിങ്ങും അതോടൊപ്പം തന്നെ ടൈം ടേബിൾ ലോഞ്ചിങ്, ദെൻ നിങ്ങൾക്കൊരു ടാസ്കുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് ഡീകോഡിങ്ങിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു ഇന്നത്തെ സെഷന്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നമുക്ക് നമ്മുടെ ടാസ്ക് നമ്മൾ ഈ പറഞ്ഞ ഇന്ന് സെഷനിൽ ഡിസ്കസ് ചെയ്ത ടൈം ടേബിളും ആക്ഷൻ ടാസ്കും ഞാൻ അയച്ചു തരുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരു ഡൗട്ട്സ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.